ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് UAE ഒരു വെറൈറ്റി പരിപാടിയാണ്. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എല്ലാവരും മസ്റ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. UAE പുതിയതായിട്ട് വന്നേക്കണ ഒരു സിസ്റ്റം ആണ്. അതൊരു ആപ്പ് ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അത് എല്ലായിടത്തും വന്നിട്ടില്ല. ചില പ്രത്യേക ആളുകളിൽ മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ പോണത്. അപ്പൊ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ വേറെ ഒന്നല്ല, ഇതാണ് നമ്മുടെ സംഭവം. പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മുടെ നാട്ടിലും ഇവിടെയും ഒരുപാട് കാണാൻ പറ്റുന്നതാണ് ഈ പ്ലാസ്റ്റിക് കുപ്പികൾ. അപ്പൊ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ നമുക്കിപ്പോ കാശ് ഉണ്ടാക്കി തരാൻ പോവാണ്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ കാണാൻ പോകുന്നത്. അപ്പൊ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ നമുക്ക് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നമ്മുടെ UAE ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ UAE ഒരു സൂപ്പർ മാർക്കറ്റ് ആയ Carrefour നമുക്കൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് സ്പാർക്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഈ ആപ്പ് ത്രൂ ആണ് നമുക്ക് ഇതിന്റെ പോയിന്റ്സ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഈ കുപ്പികളെല്ലാം, നമ്മൾ ഈ പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം ഇവിടുത്തെ Carrefourൽ അവർ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഡിവൈസ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. ആ ഡിവൈസിൽ നമ്മൾ ഈ കുപ്പികളൊക്കെ കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഓരോ പോയിന്റുകൾ കാണാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ ആപ്പിൽ ശ്രദ്ധിച്ചാൽ കാണാം, ഞങ്ങൾ മുമ്പ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഞങ്ങൾ ഒരു ബോട്ടിൽ നിക്ഷേപിച്ചപ്പോൾ 5 പോയിന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഈ പോയിന്റ് വെച്ചിട്ട് ഇതിൽ നമുക്ക് ഒരുപാട് ലൊക്കേഷൻസ്, ഒരുപാട് കമ്പനികൾ അവർ കാണിക്കുന്നുണ്ട്. അഡ്നോക്ക്, H&M, Carrefour, അങ്ങനെ കുറെ സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതിലത്തെ പോയിന്റുകളെല്ലാം റിഡീം ചെയ്തിട്ട് ഇവിടെ നമുക്ക് കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഈ ആപ്പ് കൊണ്ടുള്ള ഗുണം. പിന്നെ ഇതിൽ ഡിസ്പോസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഫോർ ഉദാഹരണത്തിന്, ഇതിൽ മെയിൻ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന കുപ്പികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് സാധനങ്ങളാണ് നിങ്ങൾക്ക് ഈ ആപ്പിൽ കാണാം. ക്യാനും ബോട്ടിൽസും. ബോട്ടിൽസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ നമ്മുടെ ഡ്രിങ്കിങ് ബോട്ടിലാണ്. അത് നമുക്ക് മാക്സിമം അവർ പറയുന്നത് 1 ലിറ്റർ മാത്രമുള്ള കുപ്പികൾ, മാക്സിമം 1 ലിറ്റർ വരെയുള്ള കുപ്പികളാണ് നമുക്ക് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാസ്റ്റിക് ടൈപ്പ് ഇങ്ങനത്തെ കുപ്പികൾ, അതിന് മേളിലുള്ളത് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. പോരാത്തതിന് വെള്ളത്തോടുകൂടി ഒരിക്കലും ഡെപ്പോസിറ്റ് ചെയ്യരുത്. അത് അവിടെ ഡിറ്റക്ട് ആവുന്നതല്ല, അത് കംപ്ലൈന്റ് ആണ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്യാനുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന പോലെ നമ്മുടെ പെപ്സി, കൊക്കോകോള ഇങ്ങനത്തെ ബ്രാൻഡുകളുടെ ക്യാനുകൾ നമുക്ക് ഇതിൽ ഇടാൻ പറ്റും. പിന്നെ നമുക്കറിയില്ല ഇങ്ങനത്തെ ക്യാനുകൾ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളിപ്പോൾ പോയി ട്രൈ ചെയ്തേക്കാൻ പോവാണ്. ഇതും ക്യാനുകൾ തന്നെയാണല്ലോ നമ്മൾ പറയുന്നത്. ഇതിൽ ഉള്ളിലുള്ള സംഭവങ്ങൾ വ്യത്യാസം ഉണ്ടെന്നല്ലേ ഉള്ളൂ, പക്ഷെ രണ്ടും ക്യാനുകളാണ്. അപ്പൊ ഇങ്ങനത്തെ ക്യാനുകളും ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളിപ്പോൾ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് നിർത്തുന്നത്. അത് നിങ്ങൾക്ക് വഴിയെ വീഡിയോയിലൂടെ കാണാം. ഇതെന്തായാലും പറ്റും, കാരണം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഡിറ്റക്ട് ചെയ്യോ ഇല്ലേന്ന് നിങ്ങൾക്ക് വഴിയെ ഈ വീഡിയോ കൂടെ കാണാം. ഓക്കെ, ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു ബോട്ടിലാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാൻ പോകുന്നത്. ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത ബോട്ടിലാണ് ഇങ്ങനത്തെ ബോട്ടിലുകൾ. ഇതൊക്കെ ചില്ല് ബോട്ടിലുകളാണ്. അപ്പൊ ഇങ്ങനത്തെ ചില്ല് ബോട്ടിലുകൾ അത് ഈ ബ്രാൻഡ് തന്നെയാണല്ല കേട്ടാ. ഇതുപോലത്തെ ബോട്ടിലുകളൊന്നും അതിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ബോട്ടിലും കൊണ്ട് ആരും പോകരുത്, കാരണം ഒരുപാട് ഇങ്ങനത്തെ ബോട്ടിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇത് കൂട്ടി വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ പണ്ട് ബീർ കുപ്പി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ 2 രൂപ കിട്ടും. അപ്പൊ 2 രൂപയ്ക്ക് 2 കിലോ അരി കിട്ടും എന്നൊക്കെ ഉള്ള ഒരു സംഭവം ഉണ്ടായി. അതുപോലെ ഇതും കൊണ്ട് നമ്മളിവിടുത്തെ മാളിൽ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പൊ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന ബോട്ടിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബോട്ടിലുകളാണ് നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന. ഈ ബോട്ടിൽ ഇല്ലാത്ത അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ളതാണ്. ബാക്കിയുള്ള ഈ ബോട്ടിലുകളാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എവിടെയും മെഷീൻ എന്നും എങ്ങനെയും ബോട്ടിൽ ട്രൈ ചെയ്യണമെന്നും ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ കൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ ഉള്ള ജിമ്മിമാളാണ്. നമുക്ക് ജിമ്മിമാളിക്ക് പോകാം. അപ്പൊ ഇതൊക്കെ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറെ ഉണ്ട്. ഇത് നമ്മള് വേറൊരു കാര്യം കൂടി, നമ്മുടെ ഗവൺമെന്റിനും കൂടി വേണ്ടി ചെയ്യുന്ന ഒരു നന്മ പ്രവൃത്തി കൂടിയാണ്. അതുപോലെ ഇവിടുത്തെ പ്രകൃതിയോട് ചെയ്യുന്ന ഒരു നന്മ പ്രവൃത്തി കൂടിയാണ്. അപ്പൊ അതാണ്. അപ്പൊ എല്ലാവരും ഇത് ഒരു പാഠമാക്കി എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആ പറഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിൽ ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലത്തെത്തി. ഇതാണ് ഞങ്ങളുടെ ജിമ്മി മാള്. ഇതാണ് ഇവിടെയാണ് നമ്മുടെ Carrefour ഉള്ളത്. ഇതുപോലെ അലയിൽ 2-3 സ്ഥലത്തൊക്കെ ഉണ്ട്. അപ്പൊ ഈ Carrefourലാണ് നമ്മളിന്ന് ഈ ബോട്ടിൽ നിക്ഷേപിക്കാൻ പോണേ. അപ്പൊ നമുക്ക് കാണാം. അവിടെ ഫുൾ അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ജിമ്മി മാള്. അപ്പൊ മക്കളെ, നമുക്ക് ചെറിയൊരു പണി കിട്ടി. കാരണം നമ്മൾ ജിമ്മിമാലയിൽ വന്നപ്പോ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ മെഷീനിൽ ഫുള്ളായിന്ന് പറഞ്ഞേക്കണേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ന് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യും, Carrefour ഉള്ള അടുത്ത സ്ഥലമാണ് ഇവിടെ ഉള്ളത് ഭവാദി മാള്. നമുക്ക് അങ്ങോട്ട് പോവാം. എന്നിട്ട് നമുക്ക് അവിടെ എന്താ അവസ്ഥ നോക്കി നോക്കാം. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം കേട്ടാ. അപ്പൊ മക്കളെ, നമ്മളെ ഭവാദി മാളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഭവാദി മാളിലെ Carrefourൽ നമുക്കിത് ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കാം. ഇനി ഇവിടെ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, ഇവിടുത്തെ അവസ്ഥ എന്താണ്. എന്തായാലും പോയി നോക്കാം.
ഇവിടെ ഉണ്ടോന്ന്. ഇവിടെ ഭവാതി മാള് നല്ല വലിയ മാളാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ക്യാരി ഫോറൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഡെപ്പോസിറ്റ് മെഷീൻ ഉണ്ടെന്നാണ് ഇവിടുത്തെ മാപ്പിൽ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് പോയി നോക്കാം ഇവിടുത്തെ അവസ്ഥ എന്താന്ന്. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ആ മെഷീൻ. പ്ലാസ്റ്റിക് ബോട്ടില് ഇതിലാണ് നമുക്ക് ചെയ്യാൻ പറ്റണത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മളിവിടെ സ്റ്റാർട്ട് കൊടുത്തു. സ്റ്റാർട്ട് നൗ. എ ബോട്ടിൽ ഫൗണ്ട്. അപ്പൊ ഇതുപോലെ നമ്മൾ ബോട്ടിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അവരത് വാല്യൂ ചെയ്തിട്ട് ഇവിടെ കാണിക്കും നമ്മൾ എത്ര ബോട്ടിൽ ഇട്ടുണ്ടെന്ന്. അപ്പൊ നമ്മൾ നമ്മുടെ ബോട്ടിൽസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാല് ഇതുപോലെ നമ്മൾ നമ്മുടെ നമ്പർ കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ കൊടുക്കുക. അപ്പൊ നമ്മുടെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഭവാതി മാളിലത്തെയും ബോട്ടിൽ ഇത് ചെയ്യുന്നത് ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഇനി അവര് വന്നിട്ട് ഈ ബോട്ടിലൊക്കെ റിമൂവ് ചെയ്താലാണ് നമുക്ക് ഇനി അടുത്തതായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കുറെ ബോട്ടിൽസ് ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അവര് വന്നിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ ഭവാദിത്തെ ഫുള്ളായി. അലൈമാളിൽ ഓൾറെഡി ഫുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ജിമ്മി മാളിലും പോയത്. അപ്പൊ അവിടെയും ഫുള്ളായി. അപ്പൊ ഇനി നമുക്ക് എന്തായാലും ഇവിടത്തേക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ഇനിയും ബോട്ടിൽ ഫെറിയുണ്ട്. അപ്പൊ നമുക്കത് ഇനി ബാക്കി വേറൊരു ദിവസം വന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ ഇതൊന്നും ചെയ്ത് കാണിച്ചു തരാൻ പറ്റിയില്ല. നമ്മുടെ കൊക്കക്കോളയുടെ ബോട്ടിലൊന്നും നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. കാരണം അപ്പോഴേക്ക് അത് ഫുള്ളായി. അപ്പൊ ബാക്കി നമ്മുടെ പോയിന്റ്സും കാര്യങ്ങളും ഞാൻ ആപ്പിൽ ഇപ്പൊ കാണിച്ചു തരാം. ഇപ്പൊ എത്ര കയറിയിട്ടുണ്ട് എങ്ങനെയാന്നൊക്കെ. ഓക്കെ, ഭവാതി യാത്ര പറഞ്ഞ് നമ്മൾ ഭവാദിന്ന് പോവാണ്. അപ്പൊ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, നമുക്ക് ഇടണതിന് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. കാരണം അത്രയും ക്ലിയറിങ്ങും കാര്യങ്ങളൊന്നും പ്രോപ്പർ അല്ലാത്ത കാരണം നമുക്ക് കുറച്ച് ബോട്ടുകൾ തന്നെ ഇടാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളുടെ ആപ്പ് നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആപ്പ്. അപ്പൊ നേരത്തെ ഞങ്ങൾക്ക് മുമ്പ് ഒരു ആപ്പിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ കൂടി 5 പോയിന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ ഒരു ബോട്ടിൽ ഇട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കാണാം ടോട്ടല് നമുക്ക് 50 പോയിന്റ് ആയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ അത്രയും കുപ്പികൾ ഇട്ടപ്പോ ഒരു ബോട്ടിലിന് 5 പോയിന്റ് എന്നുള്ള നിലയ്ക്ക് അത്രയും കുപ്പികളുടെ പോയിന്റ് നമുക്ക് ഇവിടെ കയറിയിട്ടുണ്ട്. ഇനി ഈ പോയിന്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ കാണുന്ന പല ആപ്പുകളിൽ നിന്നും നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓരോ പോയിന്റ്സിനനുസരിച്ച് നമുക്ക് റെഡീം ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളും ഇത് തന്നെ ഫോളോ ചെയ്യുക. നമുക്ക് മാക്സിമം പ്ലാസ്റ്റിക്കുകൾ നമുക്ക് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള വീഡിയോകൾ സപ്പോർട്ട് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വെറൈറ്റി കണ്ടന്റുകളായിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും ബൈ.